ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. എല്ലാവർക്കും നൂറായിരം സ്നേഹാശംസകൾ. കാരണം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം. ശ്രദ്ധിക്കണം, ദേവകി പരമാനന്ദം. ദേവകി മാതാവിൻ്റെ പരമാനന്ദമാണ് കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ആ പരമാനന്ദം നിങ്ങൾക്കും എനിക്കും നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. കൃഷ്ണ ഉപാസനയിലൂടെ ജീവിതം പരമാനന്ദകരമാക്കാം. ഞാനിതൊരു കഥ പറയുന്നതല്ല, തമാശ പറയുന്നതല്ല. എൻ്റെ അച്ഛൻ മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കുന്ന കണ്ട പരമാനന്ദത്തിൽ നിന്നും പഠിച്ച സത്യങ്ങളാണ് ജീവിതം എങ്ങനെ പരമാനന്ദകരമായി കൊണ്ടു നടക്കാം. പിന്നെ ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയരുത്, നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ഈ കൃഷ്ണൻ അങ്ങനെ വലിയൊരു ഭഗവാനായിട്ടും ദൈവമായിട്ടൊന്നും ആരോടും പറയരുത്. ഞാനിത് പറഞ്ഞു. കാരണം 4 പതിറ്റാണ്ട് കാലഘട്ടത്തിൽ വേദോപാസനയിലൂടെ ജീവിക്കുന്നു, വേദാന്ത വിദ്യാർത്ഥി. ഞാൻ അങ്ങനെ ഒരു കൃഷ്ണനെ ഒരു 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 ഗുരുവായൂരപ്പ ഒരു ദൈവമായിട്ടൊന്നും. പിന്നെ അയ്യോ, തിരുമേനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ ദേവകി സുതഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ. അല്ല, ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണനെ ജഗദ്ഗുരുവായിട്ടാണ് ഞാൻ കാണുന്നത്. കുന്തി സ്തുതിയിൽ, ഭാഗവതത്തിൽ കുന്തി മാതാവും ഇത് തന്നെയാണ് പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഗുരുവാണ് കൃഷ്ണൻ എന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ കൃഷ്ണനാകുന്ന ഗുരു വന്ദേ ഗുരുപരമ്പര. സദാശിവൻ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി, തപോവനാനന്ദ സ്വാമികളുടെ, സ്വാമി ചിന്മയാനന്ദ മഹാരാജിലൂടെ അസ്മദാചാര്യപര്യന്തം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിലൂടെ എന്നിലെത്തിയതാണ് ഈ ഏവം പരമ്പരാപ്രാപ്തം. അപ്പോൾ കൃഷ്ണനെ നമ്മൾ ജീവിതത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ കേവലം ഒരു കുളിച്ച് തൊഴുത് പോയിട്ട്, അമ്പലത്തിൽ പോയിട്ട് തൊഴുത് ബെഗ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വരുന്ന അമ്പലത്തിലെ ഒരു കൃഷ്ണനിലുപരിയായിട്ട് സ്വന്തം ഗുരുവായിട്ട് കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഗുരുവായിട്ട് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. ഇവിടെയാണ് നമ്മൾ ജീവിതം അടിച്ചു പൊളിക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് യുക്തിക്കും ബുദ്ധിക്കും കോമൺ സെൻസിനും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ കൃഷ്ണൻ്റെ വചനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അത്യാധുനിക അൾട്രാ മോഡേൺ സയൻസിനും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജീവിതം കൊണ്ടു നടക്കണം. ഈ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞാൽ എന്താ കൊണ്ടു നടക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യമാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. എന്താണ്? 1 ശരീരം, 2 മരണം. അപ്പോൾ ഈ മരണം വരെ ശരീരം കൊണ്ടു നടക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം സർവധനാൽ പ്രധാനം. അപ്പോൾ ശരീരത്തിൽ വരുന്നതാണ് രോഗം. രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, അസുഖം മനസ്സിനും രോഗം ശരീരത്തിനും. ഇത് രണ്ടും വ്യക്തമായിട്ട് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ ശരീരത്തിൽ കുട്ടിക്കൊള്ളുന്ന ചൈതന്യമാണ് കൃഷ്ണൻ എന്ന് തിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് എഗേൻസ്റ്റായിട്ട് വരുന്ന ഒരു ശവവും ഒരു മദ്യവും ഒരു മയക്കുമരുന്നും നമ്മൾ കഴിക്കില്ല എന്ന് മാത്രമല്ല, എന്ത് ലഹരിക്ക് പകരവും നമ്മൾ ശ്രീശങ്കര ഭഗവത്പാദരുടെ ശിവാനന്ദ ലഹരി പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിത ലക്ഷ്യം മനോവികാസമായിരിക്കണം, അറിവായിരിക്കണം നമ്മുടെ കരുത്ത്.
ഐൻസ്റ്റീനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജീനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ്? ഐൻസ്റ്റീൻ ഭഗവത്ഗീതയും ഭാഗവതവും വേദങ്ങളും പഠിച്ച് 11-ാം അധ്യായമായ കോസ്മിക് 11-ാം അധ്യായമായി വിശ്വരൂപ ദർശന യോഗം അദ്ദേഹം ഒരു മതഗ്രന്ഥമായി കോസ്മിക് റിലീജിയൻ എന്നൊരു മതവും രൂപീകരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറിയാം. പിന്നെ ഗാന്ധിജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും എനിക്ക് പുറത്ത് കടക്കാൻ സാധിച്ചതും സ്വാതന്ത്ര്യ സമരത്തെ എനിക്ക് കരുത്താർജിക്കാൻ സാധിച്ചതും ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രവുമാണെന്നാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ ഇത് കോൺഗ്രസ്സുകാരോ പിന്നീട് എന്ന് പറഞ്ഞാൽ മതേതരക്കാരോ ശ്രമിച്ചില്ല എന്ന് മാത്രം. അവരിത് ഗാന്ധിജീനെ നാഥൂറാം വിനായക ഗോഡ്സെ എന്ന് പറഞ്ഞ ആളെ ശരീരത്തിലെ കൊന്നു. ഇവർ ആരെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അവരൊക്കെ വന്നിട്ട് ഇടിച്ച് എൻ്റെ ഷേപ്പ് മാറ്റും. ഏതായാലും ശരി, മനോവികാസത്തിന് ഈ ഗ്രന്ഥങ്ങൾ നമ്മളെ ആശ്രയിക്കുമ്പോൾ മനസ്സും ശരീരവും കരുത്തുറ്റ ഒരു പൗരനായി മാറണം നമ്മൾ. അതിന് ശരീരത്തിൽ അസ്ഥി ജായതേ വർദ്ധതേ വിപരീതമതേ അപക്ഷീയമതേ നശ്യതി, ഷഡ്വികാരങ്ങൾ ഉണ്ടാകും എന്ന സത്യം മനസ്സിലാക്കണം. ഇതിനാണ് ഈ ഷഷ്ടി പൂർത്തി. 60-ാമത്തെ വയസ്സിലും പിന്നെ അസ്ഥി ജായതേ വർദ്ധതേ വിപരീതമതേ, വിപരീതമായി പ്രതീക്ഷിച്ച് നശിക്കാൻ തുടങ്ങും. ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതശൈലിക്ക് അടിമുട്ടി ഒരു മാറ്റം വരുത്തണം. ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടല്ല, അത് വെസ്റ്റേൺ കൾച്ചറാണ്. ഇത് ഭാരതീയമായ കാഴ്ചപ്പാടാണ് ജീവിതശൈലി. നമ്മൾ രോഗങ്ങളൊക്കെ വരുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ അടിമുട്ടി ഒരു പരിവർത്തനം വരണം. അതിന് തളരാത്ത തകരാത്ത വ്യക്തിത്വാധിഷ്ഠിതമായ ഒരു ജീവിതൻ. അമൃതത്വം എന്താണ്? അമൃതത്വം ജന്മമൃത്യു ജരാദുഃഖേ വിമുക്തോ അമൃതമശ്നുതേ. വേദവ്യാസ ഭഗവാൻ ഭഗവത്ഗീതയിൽ എഴുതി ശ്രീശങ്കര ഭഗവത്പാദർ നമുക്ക് ഭാഷ്യം തന്ന് അനുഗ്രഹിച്ചു. എന്ത്? ജന്മദുഃഖ ജന്മമൃത്യു, ജനനവും മരണവും എന്താണെന്ന് മനസ്സിലാക്കുക. ജന്മമൃത്യു ജരാദുഃഖൈ, ശാരീരികപരമായിട്ട് വരുന്ന ദുഃഖം എന്താണെന്ന്. വിമുക്തോ, ഇതിൽ നിന്നും പുറത്ത് കടന്നു കഴിഞ്ഞാൽ അമൃതമശ്നുതേ, അമൃതത്വത്തിൻ്റെ സന്തതികളായ നിങ്ങളും ഞാനും അമൃതത്വത്തിൽ ജീവിച്ച് അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരാൻ എന്താണെന്ന് അറിയണം. അപ്പോഴോ വേദങ്ങൾ പറയുന്നു വായുരനിലമാമൃതമധേദം ഭസ്മാന്ത്യം ശരീരം. ഈ ശ്വാസം, ഈ പ്രാണൻ ഈ ജഗദീശ്വരനിലോട്ട് ലയിച്ചു ചേരുന്നവരെ അമൃതത്വമാണ് അത്. ഭസ്മാന്ത്യം ശരീരം ഭസ്മമായി മാറുന്നു. അപ്പോൾ മനോവികാസ പരിശ്രമമാണ് ജീവിതം. അപ്പോൾ തളർന്ന് തകർന്ന് ദുർബല മനസ്സുകളെ ഉയർത്താനും ഉണർത്താനും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും ഓരോ വ്യക്തികളും ആരോഗ്യപ്രദമായി ജീവിക്കാനും ഋഷിയുടെ അത്യദ്ഭുതമായ സൃഷ്ടിയാണ് പ്രാണായാമം. എന്താണ് പ്രാണായാമം? ഭജഗോവിന്ദത്തിൽ ശ്രീശങ്കര ഭഗവത്പാദർ പഠിപ്പിച്ചില്ലേ നമ്മളെ? പ്രാണായാമം പ്രത്യാഹാരം നിത്യവികാര വിചാരം. എന്താണ് ഈ പ്രാണായാമം? നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലായേ. പ്രാണായാമാൻ അത് വേദങ്ങളിലോട്ട് നോക്കി നോക്കുന്നുണ്ട്. പ്രാണായാമാൻ സർവാൻ ദോഷാനശേഷത. പ്രാണായാമദഹാൻ, ദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിപ്പിക്കുക, ശരീരം ദഹിപ്പിക്കാനല്ല. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമാണ്, സിമ്പിളാണ്. ദഹിപ്പിക്കാൻ ഉപയോഗിക്കുക. എന്തിനെ? സർവാൻ, എല്ലാത്തിനെയും. ദോഷാൻ, എന്ത് ദോഷങ്ങളെയും നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രാണായാമം. പ്രാണായാമം പ്രത്യാഹാരമായി ഉപയോഗിക്കണം. അപ്പോൾ ജലദോഷം, ജലത്തിൽ നിന്നിരുന്ന ദോഷം, ജാതകദോഷം, ജാതകാദി സംബന്ധമായ ജനിച്ച സമയവുമായിട്ടുള്ള സമയദോഷം, പിന്നെ ശനിദോഷം, പിന്നെ പിതൃദോഷം, നാഗദോഷം, സർപ്പദോഷം, വാസ്തുദോഷം. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ? കേട്ടിട്ടുണ്ട്. ഈ ദോഷങ്ങളൊക്കെ എവിടെയാണ്? ജാതകത്തിൽ. ഈ ജാതകം എവിടെയാണ്? ജാതകവും ദോഷവും എല്ലാം നമ്മുടെ മനസ്സിലാണ്. കാരണം നമ്മൾ ഈ ജാതകം നോക്കി ഇല്ലെങ്കിൽ ദോഷം നോക്കി അനുഭവം നോക്കി ഇതൊക്കെ എവിടെയാണ്? മനസ്സിൽ. അപ്പോൾ ഈ ശ്രദ്ധിക്കണം, ഈ ദോഷങ്ങൾ മുഴുവൻ വളരെ സൂക്ഷ്മമായിട്ട് ജാതകദോഷമായാലും പിതൃദോഷമായാലും നാഗദോഷമായാലും ശനിദോഷമായാലും വാസ്തുദോഷമായാലും
വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ചിന്തകളിലാണ്, നമ്മുടെ ബോധത്തിലാണ്, നമ്മുടെ ബുദ്ധിയിലാണ്. അപ്പോഴേ നിൽക്കണം വിമുച്യതേ. എന്ത്? വിമുച്യതേ. ഇതിൽ നിന്നും പുറത്ത് കടക്കണം. പുറത്ത് കടക്കാനോ? പ്രാണായാമം, പ്രത്യാഹാരം. പ്രാണായാമമാണ് ഇതിൽ നിന്നും പുറത്ത് കടക്കാനുള്ള പ്രത്യാഹാരം, മറ്റൊരു പോംവഴി. അപ്പോൾ ശ്രദ്ധിക്കണം, രോഗപ്രതിരോധ ശക്തി ഇല്ലാത്തവരെയാണ് എന്ത് രോഗം ബാധിക്കുന്നത്? രോഗപ്രതിരോധ ശക്തി ഇല്ലാത്തവരെയാണ് എന്ത് രോഗം ബാധിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണം. അപ്പോൾ പ്രണവം മനസ്സിൽ നിറയുമ്പോഴാണ് സൂക്ഷ്മമായ ദോഷം മാറുന്നത്. അപ്പോൾ പ്രാണായാമത്തിലൂടെ ഈ പ്രണവത്തിനെ, ഈ ഓങ്കാരത്തിനെ വികസിപ്പിക്കുമ്പോഴാണ് സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ ഇരുട്ടില്ല. ഇതുപോലെ പ്രാണായാമം ചെയ്ത് പ്രണവോപാസനയിലൂടെ ഈ പ്രാണനെ അവാഹന ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലും ശരീരത്തിലും അതിസൂക്ഷ്മമായി ഓരോ കോശങ്ങളിലും കരുത്താർജിക്കും. ഓക്സിജൻ്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കും. ഓരോ ശക്തിക്കും പ്രാണശക്തിയായി ഓരോ കോശങ്ങളിലും ചെന്ന് അത് ക്ലീൻ ചെയ്ത് അതിനെ ഊർജ്ജസ്വലമാക്കി ശക്തമാക്കി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ശരീരത്തെയും ഭദ്രമാക്കുന്നു പ്രാണായാമം. അപ്പോൾ പഴയ ദോഷചിന്തകൾ മാറി പുതിയ അനുഗ്രഹീത ചിന്തകൾ വരാൻ, രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ ഈ പ്രാണായാമം കൊണ്ട് സാധിക്കും. പ്രണവ ഉപാസനയാണ് പ്രാണായാമം. ഏകദേശം ഋഗ്വേദ കാലഘട്ടമായ മാക്സ് മുള്ളർ പറയുന്ന 6500 വർഷം മുന്നേ ഇത് തുടങ്ങിയതാണ്. അത് ഇത്രയേ ഉള്ളൂ. നല്ല ചമ്രം വെടിഞ്ഞ് ഇരുന്ന് നമ്മളെ അഹങ്കാരത്തിൻ്റെ പ്രതീകമായ തള്ളവിരലും ജഗദീശ്വരൻ്റെ പ്രതീകമായ ലൈക്ക് ചെയ്യുന്ന തള്ളവിരലും അങ്കുഷ്ടമാത്ര പുരുഷാന്തരാത്മസ്തോ ജനാനാം ഹൃദയേ സന്നിവിഷ്ടം. ആ ജഗദീശ്വരൻ പ്രാണനായി ഇതിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഇത് രണ്ടും കൂട്ടിപ്പിടിച്ച് മടിയിൽ വെച്ചതിന് ശേഷം സമഗ്രീവ ശിരം നട്ടലിനെ നിവർത്തി പിടിച്ചുകൊണ്ട് തല ഇങ്ങനെ പിടിച്ചുകൊണ്ട് വളരെ ഊർജ്ജസ്വലമാക്കി ദൃഷ്ടി രണ്ടും മൂക്കിൻ്റെ എഡ്ജിലോട്ട് കൊണ്ടുവന്ന് കണ്ണ് മെല്ലെ അടച്ച് ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഉള്ളിലോട്ട് വലിഞ്ഞ് ആദ്യം കണ്ണടക്കുക, പിന്നെ കാതടക്കുക, പിന്നെ മൂക്കടക്കുക, പിന്നെ ചെവി അടക്കുക, പിന്നെ വായടക്കുക. ഓരോ ഇന്ദ്രിയങ്ങളെയും അടക്കി ഉള്ളിലോട്ട് പോയതിന് ശേഷം മൂക്ക് വഴി നന്നായിട്ട് ഓക്സിജനെ വലിച്ചെടുത്ത് ശ്വാസകോശത്തിൽ മുഴുവൻ ഓക്സിജൻ നിറച്ച് ആ സുഷുമ്ന വഴി എല്ലാ കോശങ്ങളിലേക്കും എല്ലാ നാഡിഞരമ്പിലേക്കും ഓക്സിജൻ അങ്ങനെ നിറച്ച് മെല്ലെ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോന്നിലും എത്തിച്ച് പഞ്ചപ്രാണനെ മനസ്സിൽ ചിന്തിക്കണം. അപ്പോൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, സമമായിട്ട് എല്ലായിടത്തും എത്തിക്കുന്ന ആ പ്രാണൻ നമ്മൾ കഴിച്ച ആഹാരത്തിലെ എനർജി വലിച്ചെടുത്ത് ഗ്ലൂക്കോസാക്കി മാറ്റി ഓരോ കോശങ്ങളിലും എത്തിക്കുന്ന പോലെ മലമൂത്രാദികളായി വിസർജനം ചെയ്യുന്നത് പോലെ ആ പ്രാണനെ ഭംഗിയായിട്ട് അങ്ങോട്ട് ഓർത്ത് ശ്വാസം നന്നായിട്ട് അങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം പുറത്തോട്ട് മെല്ലെ ശ്വാസം വിടണം. അപ്പോൾ പ്രണവോപാസന നടത്തണം. ശ്രദ്ധിക്കണം, ഈ പ്രാണനിലുള്ള ഓക്സിജനെ ബ്ലഡുമായി ലയിപ്പിച്ച് ശ്വാസകോശത്തിലൂടെ ഓരോ കോശങ്ങളിലും എത്തിച്ച് നാഡിഞരമ്പുകളിലൂടെ എത്തിച്ച് അവയിൽ നിന്നും ആ മാധുര്യം ബ്രെയിനകത്തോട്ട് കയറ്റി ബുദ്ധിയിലകത്തോട്ട് കയറി
തലച്ചോറിൽ മുഴുവൻ രക്തം വഴി ആ ഓക്സിജനെ നിറച്ച് വെച്ചിട്ട് അത് ശബ്ദമാക്കി ബുദ്ധിയിൽ ചിന്തിക്കണം. ബുദ്ധിയിൽ നിന്നും ചിത്തങ്ങളിലോട്ട് വരണം, ചിന്തകളിൽ നിന്നും മനസ്സിലോട്ട് വരണം, മനസ്സിൽ നിന്നും കർമ്മത്തിലോട്ട് വരണം. എന്ത്? ആ ഉ മ്, ആ ഉ മ്. ഈ ശബ്ദം ശ്രദ്ധിക്കണം. നാക്ക് എവിടെയും തൊടാതെ ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ ഓ, ഈ ശബ്ദം വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ സൗണ്ട് എനർജി കൺവേർട്ട് ചെയ്ത് വൈബ്രേറ്റിംഗ് എനർജിയായി നമ്മളെ മുഖത്ത് നിന്നും നമ്മുടെ കവിളിൽ നിന്നും നമ്മുടെ എല്ലാത്തിനകത്തു നിന്നും ആ എനർജി ബ്രെയിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബ്രെയിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ടെമ്പർ ലോഗം എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അതാണ് നമുക്ക് അൽസിമേഷ്യ വരുന്നത്. അതിന് നല്ല എനർജി വരും. ഈ ടെമ്പർ ലോഗം എന്ന് പറഞ്ഞ ഭാഗം ചെതൽ നിന്നതുപോലെ താഴത്തോട്ട് മുറിഞ്ഞ് വീഴുമ്പോഴാണ് ഓർമ്മ നശിക്കുന്നത്. ആ റാം പോയി. അത് പോവാതെ അതിന് ആരോഗ്യപ്രദമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വൈബ്രേഷനുകളുടെ പ്രാണായാമങ്ങളുടെ കയറുമ്പോൾ ഇവിടെ ഒരു ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞൊരു ഏരിയയുണ്ട്. എല്ലാ സദ്വികാരങ്ങളും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വളരെ നല്ലതാണ്. അതാണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് പ്രാണായാമമാണ്. നമ്മൾ ചെയ്യുന്ന നമ്മളെ മക്കൾ കേൾക്കണം, നമ്മുടെ ഭാര്യ കേൾക്കണം, നമ്മുടെ ഭർത്താവ് കേൾക്കണം. അവരും ഇതിന് ഫോളോ ചെയ്തോളും. ഈ ശ്വാസത്തെ മുഴുവൻ വലിച്ചെടുത്ത് ഈ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഗ്രേ മാറ്റർ എനർജറ്റിക്കലായിട്ട് അങ്ങോട്ട് തുട്ടിക്കുകയാണ്. അത് തുട്ടിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാ ബുദ്ധിശക്തി നന്നായിട്ട് വരും. മെമ്മറി 4 ഇരട്ടി ബൂസ്റ്റ് ചെയ്യും. ബ്രെയിൻ എക്സർസൈസായി മാറും. ഇതാണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് അങ്ങനെ ശക്തമായി ഓക്സിജനങ്ങളുടെ തള്ളി 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 ബുദ്ധിയിലും ബോധത്തിലും ഓരോ കോശങ്ങളും ഇങ്ങനെ നിറക്കുന്നതിൻ്റെ പേരാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണം. ഇവിടെ നമ്മൾ കൈക്ക് നല്ല വേദന എടുക്കുന്നത്, ഭയങ്കര വേദന. ഇങ്ങനെ നമ്മൾ വേദന എടുക്കുക. നമ്മളെ ഞാഡീ ഞരമ്പുകൾ നമ്മുടെ ഉറങ്ങുമ്പോൾ വേദന ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ബോധത്തിനകത്തോട്ട് ചിന്തകളിലോട്ട് വേദന കൊടുക്കുമ്പോഴാണ് ഭയങ്കര വേദന എന്ന് പറഞ്ഞ് ഇതേ നെർവുകളിൽ ഇതേ ചിന്തകളിൽ അവിടെ ഗ്രാമാറ്ററൽ അടക്കം നല്ല ഓക്സിജൻ വന്ന് ആരോഗ്യപ്രദമായ മസ്തിഷ്കം, ആരോഗ്യപ്രദമായ കോശം, ആരോഗ്യപ്രദമായ മനസ്സ്, ആരോഗ്യപ്രദമായ ചിന്തകൾ വരുമ്പോൾ ആ വേദന എടുക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതോ ന്യൂറോ സിസ്റ്റം വഴി തന്നെ അവിടെ പോയി അവിടെ പ്രവർത്തിച്ച് ആ ശരീരത്തിലെ ഈവൻ ക്യാൻസറിനെ പോലും അതിജീവിക്കാൻ സാധിക്കും. നിങ്ങൾ യൂട്യൂബിലെടുത്ത് നോക്കണം. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്നും ഈ ക്യാൻസറിനെ മാറ്റുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിൻ എഴുതി വെക്കൂ. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിൻ? ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിനായിട്ട് 99% മരിച്ച ആളാ 7 വർഷം വരെ അമേരിക്കയിൽ ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് വേദമന്ത്രങ്ങളും ഈ പ്രാണായാമം ചെയ്യിച്ചിട്ടും. അപ്പോൾ പിന്നെ സിമ്പിളായിട്ട് നമുക്കിത് സാധിക്കുമല്ലോ. കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കണം. കുട്ടികളൊക്കെ നല്ല മിട്ടുമിട്ടക്കന്മാരെ നന്നായിട്ട് പഠിക്കും, നല്ല ഫസ്റ്റ് റാങ്ക് കിട്ടും. ഇനി ഇതിനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വേദവ്യാസ ഭഗവാൻ ഭാഗവതത്തിൽ ഇത് ഭഗവത്ഗീതയിൽ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീത നേരത്തെ എവിടുത്തെ ഇതില്ല, ഞാൻ വേറൊരു ക്ലാസ്സിൽ അതുമായിട്ട് വരാം. ഇപ്പോൾ നമുക്ക് ഭാഗവതത്തിൽ എന്താണെന്ന് നോക്കാം. ഏകാദശ സ്കന്ധത്തിൽ 14-ാം അധ്യായത്തിൽ 34-ാം ശ്ലോകത്തിൽ ഹൃദ്യവിച്ഛിന്നമോങ്കാരം ഖണ്ഡാനാദം വിസോർജവത് പ്രാണേനേദിര്യ തത്രാധ പുന സംവേശയസ്വരം ഹൃദ്യവിച്ഛിന്ന ഓങ്കാരം. ഹൃദ്യവിച്ഛിന്ന ഓങ്കാരം, ഹൃദയത്തിൽ എപ്പോഴുമുള്ള ഓങ്കാരം. ഹൃദയത്തിൽ അവിച്ഛിന്നം, ഛേദിക്കപ്പെടാതെ, രണ്ടാക്കാതെ, അദ്വൈതം, രണ്ടില്ലാത്തത്, രണ്ടാക്കാൻ പറ്റാത്തത്, ഒന്നായ ഹൃദയമാകുന്ന ഓങ്കാരം, ഹൃദയത്തിൻ്റെ തുടിപ്പാകുന്ന ഓങ്കാരം, പ്രാണനാകുന്ന ഓങ്കാരം. ആ ഓങ്കാരം
ആ ഉ മ് ആ ഉ മ്. ഈ ഹൃദയവിച്ഛിന്നമോങ്കാരം ഖണ്ഡാനാദം. ശ്രദ്ധിക്കണം, മണിനാദം. നമ്മളെ അമ്പലത്തിൽ കേൾക്കുന്ന മണിനാദം തന്നെ. മണിനാദം പോലെ ഹൃദ്യവും മധുരവുമാണ്. ഇതുകൊണ്ടാണ് പ്രാണായാമം ചെയ്യണം. അത് പ്രണവോപാസനയാണ് എന്ന് പറയുന്നത്. കാരണം മധുവത് സൂയതേ മധു സദൃശം എന്ന് പറയും വേദത്തിൽ. മധുവത് സൂയതേ മധു സദൃശം എന്ന് പറയും. ഈ മധുരമായ ഇതിനെ ഉപാസന ചെയ്യുമ്പോൾ നമ്മൾ തേൻകുടമായി മാറും. വാചാ വദാമി മധുമത് ഭൂയാസം മധു സദൃശം. നമ്മൾ തേൻകുടമായി മാറിയാൽ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും മുഴുവൻ മധുരതരമായി മാറും. അപ്പോൾ ഖണ്ഡാനാദം, മണിനാദം പോലെ ഹൃദ്യവും മധുരവുമായി മാറും നമ്മുടെ ജീവിതം. പ്രണവോപാസനയിലൂടെ, പ്രാണായാമത്തിലൂടെ മനസ്സിനും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കാൻ സാധിക്കും. എത്ര എളുപ്പമാണ്! എന്തെങ്കിലും നമുക്ക് ചിലവുണ്ടോ? ഇതാണ് പ്രാണായാമത്തിൻ്റെ, ഞാൻ ഈ പ്രണവോപാസന പ്രാണായാമവും ചെയ്യുന്നത് ഏകദേശം ഒരു 40 വർഷമായി. കാരണം ഞാൻ വേദോപാസന തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് ചെയ്ത് ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവമാണ് നിങ്ങളുമായി ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ മണിനാദം, അപ്പോൾ ആണ് എൻ്റെ പേര് മണികണ്ഠൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മണികണ്ഠൻ ചോദിച്ചാൽ കണ്ഠസ്യ ഭൂഷണം ഇത് മണികണ്ഠ. കണ്ഠത്തിൽ അബ്രഹ്മമാകുന്ന മണിനാദം ഹൃദയത്തിൽ എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ബിസോർണവത്. അപ്പോൾ താമര നൂലുപോലെ. എന്തുപോലെ? താമര നൂലുപോലെ. ഈ താമര നൂല് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അത് എന്തായിരിക്കണം? വളരെ സൂക്ഷ്മമാണ്, വളരെ സൂക്ഷ്മമാണ്. ഒരു ഡോക്ടർമാർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എല്ലാ രോഗവും സൂക്ഷ്മമാണ്. അതിനായിട്ട് എന്ത് പണിയെടുക്കും? അവർ ലാബുകളെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്റ്റെതസ്കോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ മൈക്രോസ്കോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ MRI സ്കാനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ എക്സ്റേയെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ എക്യുപ്മെൻറ്റുകളെ യൂസ് ചെയ്യും. ഇതുപോലെ ഈ സൂക്ഷ്മമായ മനസ്സിനെ അറിയാനും അനുഭവിക്കാനും റെമഡിയുമായിട്ട് ഉള്ളിലുള്ള ആ സൂക്ഷ്മതയാണ് സ്വർണവത്. അപ്പോൾ ജ്യോതിർജ്യോതിരഹം ജ്യോതി, ജ്യോതിർജ്യോതിരഹം ജ്യോതി, പരഞ്ജ്യോതിയായ ആ ജഗദീശ്വരനാണ് ഇതിനകത്തുള്ളത് എന്ന് തെളിയുമ്പോൾ പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യവ്രജസുഖം. പദാംഭോജം ശംഭോ, ശംഭോ സ്വയംഭുവായ, ശംഭുവായ, ആത്യന്തികം പരമാനന്ദ സ്വരൂപമായ ഉള്ളിലുള്ള ഈ പ്രണവം. ശ്രീശങ്കര ഭഗവത്പാദര് ശിവാനന്ദ ലഹരിയിലാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രാണേന. പിന്നെന്താ പറയണത്? പ്രാണേന, പ്രാണേ നോദിര്യ. പ്രാണേന എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണവായുവിനെ കൊണ്ട്. പ്രാണൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്ന, പ്രണയനായി ഇത് പ്രാണ വിട്ടുപോകുന്ന എന്താണോ അതാണ് പ്രാണൻ. ഈ പ്രാണൻ പ്രാണവായുവിനെ കൊണ്ട് ഉദീര്യ, ആദ്യം മേൽപോട്ട് കയറ്റി, പിന്നെ അധ പുന, പിന്നെ തത്ര, അവിടെ ഹൃദയത്തിൽ. ശ്രദ്ധിക്കണം, സ്വരം, സ്വരം, സപ്തസ്വരങ്ങളും ജീവിതമധുര സംഗീതവും ആ ശബ്ദലയത്തിൽ നമ്മളിങ്ങനെ അറിയണം. അതിനെ അതുകൊണ്ടാണ് ആ പ്രാണായാമത്തിൽ ഇതങ്ങൾ വലിച്ചെടുത്ത് പുറത്തോട്ട് ഓങ്കാരമായിട്ട് വിടുന്ന സമയത്ത് ആ ലയത്തിനകത്ത് ഉള്ളിലുള്ള ഓരോ കോശവും ഇന്നർ എൻജിനീയറിങ്ങിൻ്റെ ആ ഓരോ പ്രാണനും എന്താണെന്ന്, ഓരോ ശ്വാസവും അതിൻ്റെ സൗന്ദര്യം അനുഭവിച്ചറിയണം. അതിനാണ് ഈ പ്രാണായാമം. അപ്പോൾ ശരീരത്തിനും മനസ്സിനെയും ഒരുപോലെ റീഫ്രഷ് ചെയ്ത് ഒരുപോലെ ആരോഗ്യപ്രദമാക്കാനാണ് ഇത് ഇവിടെ ചെയ്യുമ്പോഴോ സംവേശയത്.
നമ്മുടെ ഈ പ്രാണൻ, ഈ പ്രാണൻ, ഈ ജീവാത്മാവ് പുറത്തുള്ള പരമാത്മാവുമായിട്ട്, കാരണം പുറത്തുനിന്നാണല്ലോ ഈ വായു, അതുകൊണ്ടാണ് വായുരനിലമൃതമധേദം ഭസ്മാന്ത്യം ശരീരം എന്ന് പറയുന്നത്. പ്രാണൻ അങ്ങോട്ട് വിട്ട് ഇതിനകത്തോട്ട് പോകും. അതിന് യസ്തേ സോമാ പ്രാണസ്ഥാൻ ജുഹോമി. അല്ലയോ പരമേശ്വര, യസ്തേ സോമ, സോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പരമേശ്വരൻ, ജഗദീശ്വര. പ്രാണസ്ഥാൻ ജുഹോമി, ഇപ്പോൾ ഞാൻ ഈ പ്രാണനെ എൻ്റെ ഉള്ളിലോട്ട് പ്രാണായാമം ചെയ്യുമ്പോൾ ഹോമിക്കുന്നു. ഇവിടുന്ന് പുറത്തോട്ട് വിടുമ്പോൾ ഞാൻ ഈ ജഗദീശ്വരിലേക്ക് തന്നെ ഹോമിക്കുന്നു. ഇതാണ് പ്രാണൻ. ഇനി ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. വലിച്ചെടുക്കുന്നു. സോ എന്നിട്ട് പുറത്തോട്ട് വിടുമ്പോൾ ഹം, വീണ്ടും വലിക്കുന്നു. സോ പുറത്തോട്ട് വിടുന്നു. ഹം, സോഹം. സോഹം എന്നുള്ള നമുക്ക് തിരിച്ചിടുക. സോ ഹം, തിരിച്ചിട്ട് ഹം ഇപ്പുറത്തിട്ടോ, ഹംസം. സോഹം തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താവും? ഹംസം. ഹംസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സങ്കല്പമാണ്. പാലിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ വെള്ളം ബാക്കി വെച്ച് പാല് മാത്രം ബാക്കി വെക്കും. ഇതുപോലെ ഈ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ, ഈ പ്രാണനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ, പ്രപഞ്ച ഊർജത്തെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ, പ്രപഞ്ച ശക്തിയെ ആവാഹനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പരമമായി മാറും, മനഃശക്തി പരമമായി മാറും, ഉള്ളിലുള്ള ചൈതന്യം വികസിക്കും, ഉള്ളിലുള്ള ബോധം വികസിക്കും, മനോബലം വർദ്ധിക്കും, അറിവും കഴിവും വികസിക്കും. ഇതിനാണ് പ്രാണായാമം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് കിട്ടും നമുക്ക്. അപ്പോൾ ഈ പ്രാണൻ സംവേശയേത്, ബ്രഹ്മമായി ലയിപ്പിക്കണം പ്രാണ ഊർജത്തെ. ഓരോ നിമിഷവും ഇതുപോലെ പ്രാണായാമത്തിലോട്ട് വികസിപ്പിക്കുമ്പോൾ, പ്രാണായാമം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പ്രാണനെ, ഈ ശ്വാസത്തെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്നർ എൻജിനീയറിങ് നമുക്ക് മനസ്സിലാകും. സൂക്ഷ്മമായിട്ട് അത് ഓരോ സ്ഥലങ്ങളിലും പോയി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോൾ നമ്മുടെ അമ്മയോട് ആ ബൈക്ക് എടുത്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞാൽ ആവില്ല, വീഴും. നമ്മുടെ ഭാര്യയോട് സൈക്കിൾ എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് വീഴും. നമ്മളോ ബൈക്ക് എടുത്തിട്ട് ജാഗുർ കാറിനെ ഓവർടേക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകും, ലംബോർഗിനിനെ ഓവർടേക്ക് ചെയ്തിട്ട് കയറി പോകും. കാരണം എന്താണ്? എക്സ്പീരിയൻസ്. ഇതുപോലെ ഇന്നർ എൻജിനീയറിംഗ് ആയിട്ട് ഈ പ്രാണനെ, ഈ പ്രാണായാമത്തെ, ഈ ശ്വാസത്തെ, ഇതിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്യുന്നതിനെ തുടർച്ചയായിട്ട് ചെയ്ത് ശ്വാസത്തെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. ഉള്ളിങ്ങനെ വികസിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സംതൃപ്തി വരും. അപ്പോൾ ഈ ഓക്സിജൻ കൊണ്ട് നമ്മുടെ രോഗത്തെയും നമുക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും, ബുദ്ധിയും ബോധവും വർദ്ധിക്കാൻ സാധിക്കും. ഇത് ഓരോ കോശവും ഇങ്ങനെ ഊർജ്ജ സംഭരണം നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കൊടുങ്കാറ്റ്, സുനാമി വന്നപ്പോൾ മനസ്സിലായല്ലോ, കൊടുങ്കാറ്റ് എന്തുമാത്രം ശക്തമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് അല്ലേ. ഈ പ്രപഞ്ചത്തിലെ സൂര്യൻ്റെ സോളാർ സിസ്റ്റം നമുക്കറിയാം. സിയാലിൽ, കൊച്ചിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റാണ്. അതിൻ്റെ വൈദ്യുതിയുടെ ശക്തി എന്താണെന്ന് നമുക്കറിയാലോ, അറിയാം. കാറ്റ്, തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ടല്ല. ഭൂമിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ശക്തിക്കും ചിന്തിക്കാൻ പറ്റിയില്ല. ആകെ സോവിയറ്റ് യൂണിയനോ ഏതോ ഒരു രാഷ്ട്രം കണ്ടുപിടിച്ചു, 12 കിലോമീറ്റർ അപ്പുറത്ത് പോയപ്പോൾ ഇത് കത്തിപ്പോയി. എന്ത് എക്യുപ്മെൻറ്റ് കത്തിപ്പോവുകയാണത്? അത്രയും ശക്തമാണ്. ഈ ശക്തിയാണ് നമ്മൾ ഈ പ്രാണായാമത്തിലൂടെ ആവാഹന ചെയ്യുന്നത്. അപ്പോൾ പ്രപഞ്ച ശക്തികളുടെ, പ്രപഞ്ച ഊർജത്തെ ആവാഹന ചെയ്യുകയും ആവാഹന ചെയ്യുന്ന ഊർജത്തെ ഓരോ കോശങ്ങളിലും സംഭരിച്ചു വെക്കുകയും, അപ്പോൾ മനഃശക്തിയും മനക്കരുത്തും ശരീരശക്തിയും ശരീരത്തിലെ ഓരോ കോശങ്ങളിൽ
രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് പ്രാണായാമം, പ്രണവ ഉപാസനം. അതിന് 10-ാം അധ്യായത്തിൽ ഈ ഭൂതിയോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 9-ാമത്തെ ശ്ലോകത്തിൽ കേൾക്കാം. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിജ രമന്തിജ. ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മച്ചിത്ത മദ്ഗത പ്രാണ. മദ്ഗത പ്രാണ, മച്ചിത്ത എൻ്റെ ചിത്തം, എൻ്റെ ബുദ്ധി, എൻ്റെ ബോധം എവിടെയായിരിക്കണം? മദ്ഗത പ്രാണ. ദിവസവും പ്രാണായാമം ചെയ്ത് ആ പ്രാണവായുവിനെ, അന്തരാത്മാവായ ജഗതീശ്വരനാണ് പ്രാണായാമത്തിലൂടെ പ്രാണവായുവിലായി ഈ പ്രാണനായി ലയിപ്പിച്ച് അതിനെ വികസിപ്പിക്കുമ്പോഴാണ് കഥയന്തശ്ച മാം നിത്യം, എപ്പോഴും നാമജപലയലഹരിയുമായി കൊണ്ടു നടക്കണം. നമ്മൾ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നാമജപം കൊണ്ട് അങ്ങോട്ട് മുഴുക്കണം. ശിവക്ഷേത്രം നമ ശിവായ നമ ശിവായ നമ ശിവായ, കൃഷ്ണൻ്റെ ക്ഷേത്രം കൃഷ്ണ 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 കൃഷ്ണ, മഹാവിഷ്ണു വെച്ചാൽ നാരായണ നാരായണ, ശബരിമലക്ക് പോകുന്ന ആൾക്കാരായിരുന്നില്ല ശരണമയ്യപ്പ ശരണമയ്യപ്പ. അങ്ങനെ ഈ ക്ഷേത്രങ്ങൾ മൈൻഡ് ട്രാൻസ്ഫോമിങ് സെൻ്ററായിട്ട് ഒരു തിയറി ഹാളാക്കിയിട്ട് അവിടുന്ന് എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ ഒരു മണ്ഡപം ഉണ്ടാവും ക്ഷേത്രത്തിൽ. അവിടെ അതിൻ്റെ പേരാണ് ജപമണ്ഡപം. ഈ ജപശക്തി വർദ്ധിപ്പിക്കണം. അതാണ് മദ്ഗത പ്രാണ. ജപശക്തിയിലൂടെ ഈ പ്രാണായാമത്തിൻ്റെ ശക്തി കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ എപ്പോഴും നാമം ജപിക്കണം. അത് ട്രെയിനിങ്ങിലൂടെ എടുക്കലാണ് ക്ഷേത്രവും ക്ഷേത്രദർശനവും ക്ഷേത്രവിശ്വാസവും. ഇനി ഗുരുവായൂർ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അങ്ങനെ ആകുമ്പോഴാണ് ഈ സഹസ്രനാമൊക്കെ വരുന്നത്. അപ്പോൾ സഹസ്രനാമത്തിൻ്റെ അവസാനമൊക്കെ പറയുന്നത് എന്താണ്? സർവപ്രഹരണായുധ, എല്ലാ ജീവിത ദുഃഖത്തെയും അടിച്ചമർത്താനുള്ള ആയുധമായിട്ടാണ് സഹസ്രനാമം പോലും നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ദിവസേന പ്രാണായാമം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ അവിടെ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ പ്രണവോപാസനയും ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ജീവിതം ധന്യധന്യമായി, എൻ്റെ അച്ഛൻ്റെ ജീവിതം ധന്യധന്യമായി, എൻ്റെ അമ്മയുടെ ജീവിതം ധന്യധന്യമായി. ആ ഗുരുപരമ്പര എന്നെ പഠിപ്പിച്ചത് ഇതാണ്. നിങ്ങളുടെ ജീവിതവും ധന്യധന്യമാവും. നമ്മളെ മക്കൾക്ക് ഇതായിരിക്കണം അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. അവർക്ക് ജന്മം നൽകിയതുപോലെ അവർക്ക് ഈ പ്രാണായാമവും ഈ പ്രണവോപാസനയും ഈ നാമജപത്തിൻ്റെ ശക്തിയും. അപ്പോൾ തുഷ്യന്തിജ രമന്തിജ, അർത്ഥമൊന്നുമില്ല. തുഷ്യന്തി പറഞ്ഞാൽ സന്തോഷപ്രദമായി, രമന്തിജ ജീവിതം സുഗന്ധപൂരിതമാക്കാമെന്നുള്ളതാണ്. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അനുഭവിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടുന്നു. ഈ വീഡിയോ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. ശരണമയ്യപ്പ വളരെ ശ്രദ്ധിക്കണം. ഗുരുവായൂർ പോകുന്ന ആൾക്കാർ നാരായണീയം പഠിക്കണം, നാരായണീയം വായിക്കണം. കാരണം നാരായണീയത്തിൽ പറയുന്നത് അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. ഹേ വാതാലയ, ഗുരുവായൂരിൽ വയ്ക്കുന്ന മഹാവിഷ്ണു നിരുന്ധി, നിരോധിക്കണം. എങ്ങനെ? അനന്തഭൂമ, അനന്തമായ ആ മഹാവിഷ്ണുവിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ. അപ്പോൾ ഞാനും അനന്തമായി. ആ അനന്തമായ കൃഷ്ണൻ്റെ നാമജപലയ ലഹരിയിൽ ഞാനിതാ ഊർജം സംഭരിക്കുകയായി. അനന്തഭൂമ, അനന്തമായ ആ മഹാവിഷ്ണുവിൻ്റെ അനന്തമായ നാമജപം ഞാനിതാ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോഴോ അനന്തഭൂമ മമ രോഗരാശിം, എനിക്ക് രോഗങ്ങളുടെ രാശിയാണ്. നമ്മൾ പഠിച്ചതുകൂടെ അദ്ദേഹത്തിന് വാദവ്യാധി മാത്രമല്ല, രോഗരാശി. എന്തൊക്കെ രോഗങ്ങളാണോ ശരീരത്തിലുള്ളത്, എന്തൊക്കെ രോഗങ്ങളാണോ മനസ്സിലുള്ളത്, ഇത് മുഴുവൻ പ്രാണായാമം കൊണ്ടും പ്രണവോപാസന കൊണ്ടും നാമജപം കൊണ്ടും സാധിക്കും എന്നുള്ളതാണ് നാരായണീയത്തിൽ അനന്തഭൂമ മമ രോഗരാശിം നിരുന്ധി. അതിനൊക്കെ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും നിരോധിക്കണം. നിരുന്ധി വാതാലയ, ഗുരുവായൂരിലുള്ള വാതാലയവാസ വിഷ്ണു. ഹേ കൃഷ്ണ, എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും
രോഗങ്ങൾ മുഴുവൻ മാറ്റി എനിക്ക് ഊർജം പകർന്ന് ശക്തി പകരണമേ. ഞാനിതാ ഇന്ന് മുതൽ ദിവസേന പ്രാണായാമം ചെയ്തോളാം, ദിവസേന പ്രണവോപാസന ചെയ്തോളാം, ദിവസേന നാമജപ ശക്തിയിലൂടെ ജീവിതം ധന്യധന്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ.